ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിക്കാഹിൻ്റെയാണ്. ഓരോ ജാതിക്കാർക്കും ഓരോരോ വ്യത്യാസമാണ്. പക്ഷേ ചിലവർക്ക് എല്ലാം ഒരുപോലെ ആയിരിക്കും. ഓരോ ജാതിക്കാർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മളെ മുസ്ലിംസിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ പാപ്പാനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഉസ്താദ് പറയിപ്പിക്കുകയാണ്. ഒരു പരിചയമില്ലാത്ത ആളാണ് നീ, എൻ്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, അത് വിശ്വാസമോടെ നോക്കണം, മരിക്കുന്നവരെ നീ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഏൽപ്പിക്കുന്നത്. അപ്പം ഈ പെണ്ണുങ്ങൾ ചിന്തിക്കണം, നമ്മളെ ബാപ്പ നമ്മളെ നിക്കാഹ് കഴിച്ച് കൊടുത്തത് എങ്ങനെ? അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ടാണ് നമ്മളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തത്. അത് പെണ്ണുങ്ങളും ഓർക്കണം, പെണ്ണുങ്ങളും ഈ കാര്യം ഓർക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വേറെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ട്, ഇന്ന് എത്ര സ്ഥലത്ത് വേറെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് ഗൾഫിൽ കിടന്ന് അവനുണ്ടാക്കുന്ന അന്യരുടെ സ്ഥലത്ത് പോയിട്ട് അവൻ കാശുണ്ടാക്കുന്നുണ്ട്. ഇവക്ക് ചൊറിച്ചിൽ കയറിയിട്ട് ഇവള് പോകുന്നുണ്ട്. 2 മക്കളെ ഇട്ടിട്ട് പോയ ആൾക്കാരുണ്ട്. സ്വന്തം കാമുകനെ സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം മോനെ തല്ലിച്ചതച്ച പെണ്ണുങ്ങളുണ്ട്. അതാണ് ഇതൊക്കെ ഓർക്കണം. നമ്മളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ കാശ് മുടക്കിയിട്ടുണ്ട്, നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മാതാപിതാക്കൾ ഇത് നിങ്ങളെ ഇരിക്കുന്നിട്ടെ. നിങ്ങളെ മാതാപിതാക്കൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം. ഒരു കല്യാണം അലങ്കോലപ്പെട്ടു കഴിഞ്ഞാൽ, അപ്പോൾ നീ ഒളിച്ചോടി, ഇവൻ വേറെ ഒരുത്തൻ്റെ ഓടി, 2 കുറേ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യം പോക്കാണ്. ഈ കൂടെ പോകുന്നവൻ നിന്റെ പെൺമക്കളാണെങ്കിൽ സുഖമായിട്ട് നോക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വിത്ത് വിതയ്ക്കാമല്ലോ. ഇതിൽ വിത്ത് വിതയ്ക്കാം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ സൂക്ഷിക്കുക. ഇന്ന് അത്ര സ്ഥലത്ത് പിന്നെ പെൺപിള്ളേരെ 2ാം അച്ഛൻ ഗർഭമാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ നമ്മളെ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കൊണ്ടാൽ പഠിക്കൂല. അതാണ്, കണ്ണുണ്ടാഞ്ഞിട്ട് നിങ്ങൾ കണ്ടു പഠിക്കൂല. വാർത്തകൾ വായിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതിലുണ്ട്, ഇതിലുണ്ട് ഓരോ അപകടം പറ്റുന്നത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മൾ അത്യാഗ്രഹത്തിൻ്റെ ബാക്കിൽ ഓടുന്നവരാണ് കുറേ പേര്. ആരെങ്കിലും വന്ന് ഒരു നോട്ടീസ് അടിച്ച് ഒരു പരസ്യം കണ്ടിട്ട് ഒരു ചെറിയൊരു റൂം തുറന്ന് നിൽക്കും. 1 ലക്ഷത്തിന് ഇത്രയും പലിശ, പുറത്ത് ഇത്രയും പൈസ കിട്ടും, 2 മാസം കറക്റ്റ് അടയ്ക്കും. അവനൊരു 5-6 കോടി രൂപ ആകുമ്പോഴത്തേക്കും അവൻ വിട്ടുപോകും. അതാണ് ഇന്നത്തെ കാര്യം. അങ്ങനെ എന്തോരം പറ്റിപ്പാണ് നടക്കുന്നത്. നമ്മളാരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക, ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട്ടിലുണ്ട്, ബോംബെയിലുണ്ട് ചക്കിളിയും പെറുക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയുള്ളവരാണ്. പക്ഷെ അവർക്ക് ഒന്നും ഒരിടത്തും അവരെ കയറ്റൂല. പക്ഷെ ഏറ്റവും വൃത്തിയുള്ളവരാണ്, എല്ലാ ജാതിക്കാരും വൃത്തിയുള്ളവരാണ് ചക്കിളിയും പെറുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം മിനിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പുരയ്ക്കകത്ത് കയറ്റൂല. അവരുടെ ദൈവത്തിന് അത് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് എനിക്ക് 1988 18 വയസ്സായി, 18 വയസ്സ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മാറിയിരിക്കുക. അപ്പോൾ ഒരു ഞാൻ ചോദിച്ചു ഇതെന്ത് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇങ്ങനെ മിനിസസ് ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ഇത് പിടികിട്ടിയത്. അത് നേരെ നമ്മളെ അമ്മമാർക്കോ ഇതും കൊണ്ടൊന്നും അറിയില്ല. 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പിള്ളേടുത്ത് ചോദിച്ചാൽ മതി അത് എന്തിനാണെന്ന്. കാരണം TV പരസ്യമുണ്ട്, ഇങ്ങനെ തുള്ളിയായിട്ട് കറ ഒഴിക്കുന്നുണ്ട്, അത് മറ്റിടത്തുനിന്ന് വരുന്നതെന്ന് അറിയാം. ഇത് എന്തിനാണെന്നതിൽ കൊണ്ട് കൊച്ചു പിള്ളേടുത്ത് ചോദിച്ചാൽ അറിയാം. അന്ന് 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നതായിരിക്കും ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മളെ അമ്മമാർക്ക് ഉണ്ടെന്നില്ല പിന്നെ പറഞ്ഞത്. അപ്പോൾ ആ ചേച്ചിട്ട് ഞാൻ ചോദിച്ചു ഇതെന്താ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അവർ പറഞ്ഞു ഈ പെണ്ണായിട്ട് ജനിച്ച എല്ലാവർക്കും ഇതുണ്ടാവും, മൃഗങ്ങൾക്ക് വരെ പെണ്ണായിട്ട് ജനിച്ചാൽ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവും.
ഈ ബ്ലീഡിങ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പം നിലത്ത് തുണി വിരിച്ച് കിടക്കണം, നടുവേദന ഉണ്ടാവില്ല. പിന്നെ വീട്ടിനകത്ത് കയറരുത്. അങ്ങനത്തെ ഒരു ദുഷിച്ച രക്തമാണ് വരുന്നതിൽ കൊണ്ട് ആ ചേച്ചിയെ എനിക്ക് പറഞ്ഞത്, ഈ ശക്ലിയും വർക്കുള്ള ചേച്ചിയാണ് പറഞ്ഞത്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആണുങ്ങളെ കല്യാണം കഴിക്കണം. അവർ ഒരാൾക്ക് 2 പെണ്ണ് 3 പെണ്ണൊക്കെ ഉണ്ട് ഒരാളെ കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഭർത്താക്കന്മാർ ജോലിക്ക് പോവില്ല. ഈ പെണ്ണുങ്ങൾ അത് ഇതെല്ലാം വിറ്റ് പറക്കിയിട്ട് ഇവർക്ക് കാശ് കൊടുക്കും, ആഹാരം വച്ചു കൊടുക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അത് ശക്ലിയും വർക്കമാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ളൊരു വർക്കം ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. വേറെ ഒറ്റ ആൾക്കാരും വൃത്തിയില്ല, പെണ്ണുങ്ങൾ ആണുങ്ങളാവട്ടെ. കാരണം അവർ മിനിസ്റ്റേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർ പുറത്താ കിടക്കണം. തമിഴ്നാട്ടിൽ എന്തോ ഒരു അപകടം ഉണ്ടായി, അപ്പം പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർക്ക് നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കണമെന്നേ. വൃത്തിയുള്ളവരെ, അങ്ങനെ ശീലിക്കുന്നവർ അവർക്ക് നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് കുറേ പെണ്ണുങ്ങൾ കിടന്നുകൊണ്ട് തുള്ളുമായിരുന്നു ഇവിടെ. കാരണം ഇവർക്ക് അങ്ങനെയല്ലല്ലോ. കെട്ടിയൻ്റെ കൂടെ കിടക്കാം, ആരോടെ കിടക്കാം. ഏറ്റവും വൃത്തികെട്ടായിട്ടുള്ളൊരു രക്തമാണ് മിൻസസ് വരുന്നത്. കാരണം ഒരു പെണ്ണിൻ്റെ ആരോഗ്യമാണ് അത് പോകുന്നത്, ബ്ലീഡിങ് ആയിട്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നല്ല. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ കല്യാണം കഴിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ചില സ്ഥലത്ത് നിന്ന് പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോവില്ല. അവർക്ക് പെണ്ണുങ്ങൾക്ക് ജോലി ഇല്ല. കാരണം അവർക്ക് ജോലിക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ ചില സ്ഥലങ്ങളിലുണ്ട്. ഭർത്താക്കന്മാർ എവിടെയെങ്കിലും ചെന്ന് ഉണ്ടാക്കിക്കൊള്ളണം, കൊടുത്തോളണം. എന്നാലോ ഈ ഭർത്താക്കന്മാർക്ക് കുറ്റാണ്. അപ്പുറത്തെ വീട്ട് കണ്ടില്ല, ഇപ്പുറത്തെ വീട്ടിൽ കണ്ടില്ല എന്നതിലും കൊണ്ട് സൗകര്യം കൊടുക്കൂല ഈ പെണ്ണുങ്ങൾ. അവനങ്ങ് ഒരു പോക്ക് പോവും. 2-3 വർഷം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ എന്താണ് അവൻ പോയി കഷ്ടപ്പെടുന്നതിൻ്റെ ആദ്യം ചിന്തിക്കൂല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ബോംബെയിലുള്ളപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവന് വെച്ചിൽ പ്ലേറ്റ് കഴിഞ്ഞിട്ട് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എഴുത്ത് വരുന്നുണ്ട്, എടാ നിൻ്റെ ഭാര്യ വേറെ തന്നെ കൂടെ താമസമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയും ഞാൻ അവളെ പോയി കൊല്ലും, അവളെ കൊന്നുകളയും, മറ്റേത് മറിച്ച് ചെയ്യും. ഞാൻ പറഞ്ഞു നീ എന്തിനാ കൊല്ലുന്നത്? നിനക്ക് വീട്ടിനടുത്ത് വെച്ചിൽ പ്ലേറ്റ് കൈ കൂടെ ചോദിക്കും. അത് നാണക്കേടാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പോകും. ഒരുപാട് സുഖം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അവളെ കൊല്ലും, നീ കൊന്നിട്ട് നീ എന്തിനാ ജയിലിൽ പോകണമെന്ന് ചോദിച്ചു. അവർ വേണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക. നിനക്കിഷ്ടമുണ്ടെങ്കിൽ വാർണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കി വിടുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ ചേർക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കി വിടുക. അതേ ഉള്ളൂ. നമ്മൾ പോയിട്ട് അധ്വാനിക്കുന്ന ഇവർക്ക് കണ്ണിൽ കാണൂല. അടുത്തവൻ്റെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടെന്നില്ലിക്കൊണ്ട് അതൊക്കെ ഇവരുടെ കണ്ണിൽ കാണുള്ളൂ. എന്നിട്ട് ഭയങ്കര നിസ്കാരവും ജാസീനോദും നിസ്കരിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നില്ല കൊണ്ട് ഭയങ്കര നിസ്കാരമാണ്. തട്ടയിട്ടുണ്ട് പോവും അടുത്തവരെ നോക്കാൻ വേണ്ടിയിട്ട് കണ്ണക്കൂടി. പറഞ്ഞ ശ്ലോകമുണ്ട്. അപ്പോൾ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം ജീവിച്ച് തീർക്കുക. പലവരും പല രീതിക്ക് ഇബിലീസിൻ്റെ കുരങ്ങന്മാരായിട്ട് വരും. ഇബിലീസിൻ്റെ കുരങ്ങന്മാരായിട്ട് ഉസ്താദന്മാരും വരും. പല ആൾക്കാർ ദൈവവിശ്വാസം കൊണ്ടുവരും. അതിൽ നിങ്ങൾ വിടല്ലേ അടുത്ത വീഡിയോ കാണാം.